Hey everyone, welcome back to my channel. Today I am super excited because I am sharing my latest demo haul. അപ്പോൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബാക്ക് പാക്കാണ്. നല്ല ലൈലാക്ക് റെഡ് ഷെയ്ഡിലെ ബാക്ക് പാക്ക്. ഓവറോൾ നല്ലൊരു ലുക്കുണ്ട്. ഒരുപാട് സിപ്പ്, ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ 2 ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് വലിയ കമ്പാർട്ട്മെൻറ്റ്. ഇപ്പം 3 ഇനിയുണ്ട് ബാക്കിലൊക്കെ. ഞാൻ ആക്ച്വലി കമ്പാർട്ട്മെൻറ്റ്സ് ഇത്രയൊന്നും കണ്ടില്ല കേട്ടോ. ഞാനെൻ്റെ കളറും പിന്നെ റിവ്യൂസും നോക്കിയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അടുത്ത വലിയൊരു കമ്പാർട്ട്മെൻറ്റ് ഇനിയുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഒരു ചെറിയ ലാപ്ടോപ്പൊക്കെ വയ്ക്കാനുള്ള ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. സിപ്പൊക്കെ നല്ല സ്മൂത്താണ്, നല്ല ക്വാളിറ്റി, നല്ല സോഫ്റ്റ് ആൻഡ് ടച്ചാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. അത് ബാക്കിലൊരു ആൻറ്റി ത്രഫ്റ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പം എല്ലാ ലേഡീസിൻ്റെ ബാക്ക് പാക്കിലും ഞാനിത് കണ്ടിട്ടുണ്ട്. വേറൊരു ബാക്ക് പാക്ക് എൻ്റെ കയ്യിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ സ്ട്രാപ്പൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല സ്റ്റേഡി മെറ്റീരിയലാണ്. സൈഡിൽ പോക്കറ്റുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. 2 സൈഡിലുണ്ട് പോക്കറ്റ്. സ്ട്രെച്ചബിളാണ്, നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ. പിന്നെ കളറാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. വേറെ ഷെയ്ഡ്സ് ഒരുപാടുണ്ട്, കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സാണ്. ഈ ഹാൻഡിൽ ഞാൻ കൂടുതലും ഡയപ്പർ ബാഗ്സിനാണ് കാണാറുള്ളത്. ഇപ്പം നോർമൽ ബാക്ക് പാക്കിനുണ്ട്. നല്ല സ്ട്രാപ്പ്, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഗ്ലേസിങ് ഉണ്ട്. എന്തെല്ലാം ഭംഗിയാണ്, നന്നായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പർച്ചേസ്. ഓക്കെ, ഈ പർച്ചേസ് എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം ഞാൻ ഒരുപാട് ബ്രഷ് ഉണ്ടെന്ന് പറഞ്ഞു ഓർഡർ ചെയ്തത്. ഇതൊരു മേക്കപ്പ് ബ്രഷാണ്. ഇപ്പോൾ അതിൻ്റെ പിക്ചറിൽ ഇത്രേ തന്നെ കാണിച്ചിട്ടുള്ളൂ. ഞാൻ പക്ഷേ ഡിസ്ക്രിപ്ഷൻ വായിച്ചേക്കുമ്പം 14 മറ്റോ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്ലോപ്പായിപ്പോയി. പക്ഷേ സാരമില്ല, സൈസും വളരെ ചെറുതായിപ്പോയി. ബ്രഷ് അത്രയും തിക്കും അല്ല, പക്ഷേ നല്ല ക്യൂട്ടായിട്ടൊരു പീച്ച് ഷെയ്ഡാണ്. ഐബ്രോ സെറ്റ് ചെയ്യുന്ന അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ബാക്കിയൊക്കെ നമുക്കിപ്പം വാട്ടർ കളർ ചെയ്യാൻ വല്ലതും എടുക്കാം. ഇനി അടുത്തത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടൊരു ടൂളാണ്, ബാക്ക് സ്ക്രാച്ചറാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ടെലസ്കോപ്പിക് മോഡലാണ്. സ്റ്റെയിൻലെസ് ആണ്, ഒരു ഹാൻഡിലുണ്ട്. നമുക്ക് പോക്കറ്റിലിട്ട് വേണമെങ്കിലും നടക്കാനായിട്ട് പറ്റും. നല്ല കംഫിയാണ്. സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും പെയിനൊന്നും വരില്ല, നല്ല സോഫ്റ്റാണ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഷോർട്ടാക്കാനും ലോങ് ആക്കാനും പറ്റും. പിന്നെ മെറ്റീരിയൽ ഒന്നും പറയാനില്ല, നല്ല ഡ്യൂറബിളാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, റസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ സ്മൂത്താണ്, സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്റ്റക്കാവുന്നതൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ്, വേണ്ടവർ വാങ്ങുക. ഓക്കെ, അടുത്തത് ഹെഡ് ബാൻഡാണ്. ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ നോർമൽ, നല്ല സോഫ്റ്റാണ്, കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇനി അടുത്തത് ഈ സ്നോറിങ് ഒരു ഡിവൈസാണിത്. സ്നോറിങ് പ്രോബ്ലം ഉള്ളവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സ്നോറിങ് പ്രോബ്ലം ഉള്ളവർ മാത്രമല്ല, പനിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ മൂക്ക് ഒന്ന് ബ്ലോക്കായി ഇരിക്കുകയാണെങ്കിൽ ഇത് മൂക്കിലൊന്ന് അറ്റാച്ച് ചെയ്ത് വച്ചാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റും. സിലിക്കോൺ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മൂക്കിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും പെയിൻ ഉണ്ടാവില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റാണ്. സോ നല്ല പ്രോഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിക്കുക. ഇനി അടുത്തതായിട്ട് ഇതൊരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പിൻ്റെ ഈ ലുക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്.
ഇത് കണ്ടിട്ട് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ക്യൂട്ട് ലുക്കാണ്. ഞാൻ നാട്ടിലത്തെ ഷോപ്പിലൊന്നും ഇങ്ങനത്തെ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണിത് ഞാൻ എന്തായാലും ഓർഡർ ചെയ്യാമെന്ന് കരുതിയത്. ക്വാളിറ്റി വലിയ രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്യാവശ്യം പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് തിന്നാണ്, വളരെ തിന്നാണ്. മെറ്റീരിയൽ നല്ല സോഫ്റ്റാണ്, ബ്രേക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല ക്യൂട്ടാണ്, എനിക്കിഷ്ടമായി. ബാക്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കണം. ഇൻ കേസ് പോയാലും നമുക്കതെടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല, സ്റ്റക്കൊന്നുമല്ല, നന്നായിട്ട് നല്ല സോഫ്റ്റാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു രണ്ടാമത്തെ പർച്ചേസാണ്. സെയിം ഐറ്റമല്ല, സെയിം ഐറ്റമാണ് പക്ഷേ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. അതായത് ഗുവാഷ ഇല്ലേ, ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗുവാഷ റോളറും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്ലാസ്റ്റിക് ആയിരുന്നു ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഞാനിതിപ്പം ടെമൂൽ നോക്കിയപ്പോൾ, അത് ടെമൂലിൽ നിന്ന് തന്നെയാണ് നേരത്തെ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് സ്റ്റോൺ തന്നെയാണ്, ഒറിജിനൽ സ്റ്റോണാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. സ്റ്റോൺ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പ്ലാസ്റ്റിക്കിനേക്കാൾ. വളരെ യൂസ്ഫുള്ളാണിത്. അതൊരുപാട് ആൾക്കാരൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഗുവാഷ വെച്ച് ഫേസിൽ യോഗയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് റോൾ ചെയ്യുമ്പോൾ നല്ലൊരു കോണ്ടൂർ, നല്ലൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇത്രയൊക്കെയാണ് എൻ്റെ പർച്ചേസിങ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.